ആരോപണങ്ങൾക്കിടെ റാപ്പർ വേടൻ പത്തനംതിട്ട കോന്നിയിൽ സംഗീത പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. കോന്നി കരിയാട്ടം സമാപന ദിവസമാണ് വേടന്റെ സംഗീത പരിപാടി. താൻ എവിടെയും പോയിട്ടില്ലെന്ന് സംഗീത പരിപാടിക്കിടെ വേടൻ പറഞ്ഞു. ഒരു ജീവിതം ജനങ്ങളുടെ മുന്നിൽ ജീവിച്ച് മരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നതെന്നും വേടൻ പറഞ്ഞു. ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയെന്നാണ്. ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ല. ഞാൻ എൻ്റെ ഈ ഒറ്റ ജീവിതം ഈ ജനങ്ങളുടെ മുന്നിൽ ജീവിച്ച് മരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ. പ്രവീൺ, ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും പിന്നാലെ ഒരു പൊതുവേദിയിലേക്ക് തന്നെ വേടൻ എത്തിയിരിക്കുകയാണ്. വേടന്റെ വാക്കുകൾ എന്തൊക്കെയായിരുന്നു? പത്തനംതിട്ട കോന്നിയിൽ കരിയാട്ടം എന്ന പരിപാടിയിൽ സംഗീത പരിപാടി അവതരിപ്പിക്കുന്നതിനാണ് റാപ്പർ വേടൻ എത്തിയത്. വൈകിട്ട് 7 മണിയോടുകൂടി പരിപാടി ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചിരുന്നു. പക്ഷേ വേടൻ എത്തിയത് 2 മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ വേടന്റെ മറ്റ് ട്രൂപ്പംഗങ്ങൾ അവിടെ എത്തുകയും സംഗീത പരിപാടി അവിടെ ആരംഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വേടൻ ആ വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ വലിയ ആവശ്യത്തോടു കൂടിയാണ് പ്രേക്ഷകർ വേടനെ സ്വീകരിച്ചത്. അതിനുശേഷം സംഗീത പരിപാടിക്കിടെയാണ് തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വേടൻ പ്രേക്ഷകരോടായി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയി എന്നാണ്. ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ല. എന്റെ ഈ ജീവിതം ജനങ്ങളുടെ മുന്നിൽ ജീവിച്ച് മരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് തന്നെ വിമർശിക്കുന്നവർക്ക് ഒരു മറുപടി എന്നുള്ള രീതിയിൽ വേടൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ആ വാക്കുകളും അവിടെ കൂടിയിരുന്ന നൂറുകണക്കിന് പ്രേക്ഷകർ വളരെ ആവേശത്തോടു കൂടിയാണ് ഏറ്റെടുത്തത്. നമുക്കറിയാം, വേടനെതിരെ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, അന്വേഷണമൊക്കെ നടക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടി കുറച്ച് നാളുകൾക്ക് ശേഷം വേടൻ ഒരു പൊതുപരിപാടിയിലേക്ക്, അത് കരിയാട്ടൻ പോലെയുള്ള ഒരു പൊതുപരിപാടിയിലേക്ക് തന്റെ സംഗീത പരിപാടി അവതരിപ്പിക്കാൻ വന്നതിനെ പ്രേക്ഷകർ വലിയ ആവശ്യത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. ഏതായാലും തന്നെ വിമർശിക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ കോന്നിയിൽ നടന്ന ഇന്നത്തെ ആ സംഗീത പരിപാടിക്കിടെ തന്റെ വാക്കുകളിലൂടെ വേടൻ വ്യക്തമാക്കിയത്. ആര്യ, വ്യക്തമാണ്. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.